ഹായ് ഫ്രണ്ട്സ്, ബാലൂസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ യാത്ര തിരിച്ചിട്ട്. രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ തിരുപ്പൂരാണുള്ളത്. ഇപ്പോൾ പെങ്ങളുടെ വീട്ടിൽ. അപ്പോൾ പെങ്ങൾ നല്ല കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പുറത്ത് ചെറിയ ഷോപ്പിംഗ്, ഡ്രസ്സ്, ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോകും. പറ്റിയാൽ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ വിത്തിൻ്റെ ബാക്കി ഇപ്പോൾ 500 നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി വിത്ത് കളക്ട് ചെയ്യണം. അപ്പോൾ ഇത് അവിനാശി ഇവിടെ അടുത്ത് തന്നെയാണ് അവരുടെ ഫാക്ടറി ഉള്ളത്. അവിടെ പോയി അത് കളക്ട് ചെയ്യണം. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാനാണ് പ്ലാൻ. ഉച്ച കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ഷിമോഗ. ഇവിടുന്ന് ഏതാണ്ട് ഒരു 500 കിലോമീറ്റർ അല്ലേ, 500 കിലോമീറ്റർ അല്ലേ ചേട്ടാ? വഴി കൺഫേം ആക്കിയില്ല. നമ്മൾ മാക്സിമം നല്ല വിഷ്വൽസ് പകർത്താൻ പറ്റുന്ന രീതിയിലുള്ള വഴി ഞങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. കാട്ടിക്കൂടെയൊക്കെ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളത് പ്ലാൻ ചെയ്തില്ല ഏത് വഴിയാണെന്നുള്ളത്. ഏതാണ്ട് 500 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ. എൻ്റെ മൂത്ത അളിയൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആള് നമ്മുടെ യാത്രയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ദി ഓവർലാൻഡേഴ്സ് എന്ന 4 അംഗ സംഘം ഇവിടെ യാത്ര തുടങ്ങുകയാണ്. ആക്ച്വലി ഇതിനെപ്പറ്റി ബാലു എൻ്റെ അടുത്ത് പറയുന്നത് ഒരു വർഷം മുമ്പാണ്. അന്ന് ഇതൊരു വലിയൊരു സീരിയസ് ആയിട്ട് ഞാൻ എടുത്തില്ല. ഒരു തമാശ പറയുന്നതൊക്കെ എനിക്ക് തോന്നിയത്. പിന്നീട് ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും പുള്ളി എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് ഈ യാത്രയെപ്പറ്റി പറയുകയും എന്നെ ക്ഷണിക്കുകയും കൂടെ ചെയ്തു. ആക്ച്വലി ഇതിൽ ആദ്യത്തെ ക്ഷണിക്കപ്പെട്ട വ്യക്തി ഞാനാണ്. പക്ഷേ ഞാനിത് എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിൻവലിയുകയും ചെയ്തതാണ്. കാര്യം ഇതൊരു ഈസി ട്രിപ്പല്ല. ഇത് കേൾക്കുന്നവർക്ക് വളരെ രസകരമായി തോന്നും. പക്ഷേ ഇതിലൊരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് പോകേണ്ട ഒരു ട്രിപ്പാണ്. സോ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാനിതൊന്ന് പിൻവാങ്ങി. പിന്നെയാണ് അരുണും മാത്യുവും പിന്നീട് വിശാലും ഒക്കെ ഈ പിക്ചറിൽ വന്നത്. സോ എന്തായാലും ഇവർക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇതൊരു സക്സസ്ഫുൾ ട്രിപ്പായിട്ട് വരട്ടെ. സക്സസ്ഫുൾ ട്രിപ്പായി ഇവർ തിരിച്ചു വന്നാൽ ഇവരെൻ്റെ ഹീറോസായി മാറും. കാര്യം എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോഴാണല്ലോ നമ്മളവർ ഹീറോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ എൻ്റെ ഹീറോസാണ് തിരിച്ചു വന്നതിന് ശേഷം. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ചുമ്മാ ഒരു യാത്ര മാത്രമല്ല, ഇവർ ഓരോ സ്റ്റേറ്റിലും 2800 ട്രീസ് പ്ലാൻ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ എടുക്കുന്നുണ്ട്. അതായത് വെറുതെ ഒരു യാത്ര മാത്രമല്ല, അതിലുപരി നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ സമയത്ത് ട്രീസ് നടുക എന്ന് പറയുന്നത് വലിയൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എല്ലാം കൊണ്ടും ഇതൊരു യൂത്തിന് നല്ലൊരു എക്സാമ്പിളാണ്. അതായത് വെറും കള്ളുകൂടിയും കഞ്ചാവോലിയും മാത്രമല്ല യൂത്തിന് ചെയ്യാൻ പറ്റുക. അതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള നല്ല യാത്രകൾ അവർക്ക് പ്ലാൻ ചെയ്യാം, മരങ്ങൾ നടാം, അങ്ങനെ എന്തെങ്കിലും പുതിയ ആശയങ്ങളായിട്ട് വരാം. ഇവരെ സമയത്തുള്ള എനിക്ക് തോന്നില്ല ഇവർ പുകവലിക്കുന്ന പോലും ആൾക്കാരല്ല. മദ്യപാനം, പുകവലി ഒന്നുമില്ലാത്ത വളരെ ഡീസൻ്റ് ആയിട്ടുള്ള 4 പേരാണ്. സോ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഇനിയും വരട്ടെ. ബാലൂസ് ബ്ലോഗ് എല്ലാവരും കറക്റ്റായിട്ട് കാണണം. കാര്യം ഈ ബ്ലോഗിലൂടെ ഇവരുടെ കഷ്ടപ്പാടുകളും ഇവരുടെ ദുരിതങ്ങളും എന്നേ ഞാനതിൽ വിശേഷിപ്പിക്കുന്നുള്ളൂ. ഞാനിതിവിടെ ഒരു ആസ്വാദനമായ ട്രിപ്പൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു എന്താ പറയുക, കഷ്ടപ്പാടും എല്ലാം നമുക്ക് ലൈവായിട്ട് കാണാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ട്. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനെ മാക്സിമം ഷെയർ ചെയ്യുക. ലൈക്ക് അടിച്ചില്ലെങ്കിലും ഷെയർ ചെയ്യുക. 10 പേര് കാണട്ടെ അത്. സോ അങ്ങനെ കണ്ട് ഇതിനെ ഒരു വിജയമാക്കാൻ ഉള്ള ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് എൻ്റെ ഭാഗത്തുനിന്ന്. സോ ഞാൻ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. വിഷ് യു എ സക്സസ്ഫുൾ ട്രിപ്പ് ആൻഡ് എ സേഫ് ജേർണി. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പയ്യെ വണ്ടി എടുത്തിട്ട് നമ്മുടെ തൈ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. തൈ അല്ല, വിത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പയ്യെ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. വിത്ത് എങ്ങനെയാണ്, ഒരു മാനുഫാക്ചറിങ് ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാവേ. വിത്തിൻ്റെ ഷോപ്പ് ഇതാണ്. പോയി കണ്ടിട്ട് വരാം. നമ്മൾ ഈ വിത്ത് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ സീഡ് ബോൾ. അപ്പോൾ ഈ സീഡ് ബോൾ എന്താണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. ഓക്കെ மேடம், கொஞ்சம் எங்கள் வியூவர்ஸுக்கு கொஞ்சம் அது எக்ஸ்பிளைன் பண்ணி கொடுங்க. இது என்னன்னு? ஹாய் ஃப்ரெண்ட்ஸ், குட் மார்னிங்.
நான் ரொம்ப ஹாப்பி அண்ட் ஐம் வெரி ஹாப்பி டு இன்ட்ரடியூஸ் வாட் இஸ் தி சீட் பால். சீட் பால் அப்படிங்கிறது இப்போது நம்மளுடைய இப்போ தேவைப்படுற ஒரு விஷயம் என்னென்னா, இந்த பூமியை நம்ம வந்து அடுத்த ஃப்யூச்சருக்கு கொடுத்துட்டு போகணும், நம்மளுடைய இளைய தலைமுறைக்கு யங்ஸ்டர்ஸ்க்கு கொடுத்துட்டு போகணும். ஸோ அதுக்கு இந்த பூமி அப்படிங்கிறது நேச்சராக வேணும் அப்படின்னா அதுக்கு நம்மளோட இப்போ ஹியூமன் பீயிங்கோட ஒரு சின்ன ஹெல்ப் தேவைப்படுது. ஏன்னா அப்போது பூமி அப்படிங்கிறது வந்து ஒரு அழகான மரம், என்ன சொல்கிறது, விலங்கு, பறவை, இதனால் அழகான நம்மளுக்கு தேவையான இயற்கை எல்லாமே வந்து இந்த பூமியை உருவாக்கி வச்சது. ஸோ இது இப்போ கொஞ்சம் வந்து அதில் பாதிப்பு ஏற்பட்டிருக்கிறதுனால ஆஸ் அ ஹியூமன் பீயிங் நம்மளோட ஹெல்ப்பும் அதுக்கு வந்து இப்போ தேவைப்படுது. ஸோ அதுக்காக ஒரு சின்ன எஃபர்ட் தான். ஒரு ட்ரீஸ் நம்ம வந்து எப்படி ஈஸியாக வந்து பிளான் பண்ணலாம் அப்படிங்கிறத நாங்கள் எக்ஸ்பிளைன் பண்ணுறேன். சீட் பால் அதுக்கு வந்து ஒரு முக்கியமான ஒரு ரொம்ப பெரிய விஷயமா இருக்குது. ஸோ இதுதான் வந்து சீட் பால். சீட் பால் அப்படிங்கிறது என்ன அப்படின்னா, செம்மண், வண்டல் மண், அது கூட சேர்ந்து மாட்டுச்சாண உரம் இதெல்லாத்தையும் வந்து மிக்ஸ் பண்ணி இதுக்குள்ளே வந்து நாங்கள் ட்ரீஸ் அண்ட் வெஜிடபிள்ஸ், ஃப்ளவர், அந்த மாதிரி சீட்ஸோட வெரைட்டி வந்து போட்டு பண்ணிகிட்ருக்கோம். ஸோ இதில் வந்து வேம்பு, வாகை, பூவரசு, புங்கன் அந்த மாதிரி நாட்டு மர விதைகள் வந்து வச்சு பயன்படுத்தியிருக்கோம். ஸோ இதை வந்து ஜஸ்ட் நம்ம அப்படியே வந்து த்ரோ பண்ணாலும் சரி, இல்லை ஜஸ்ட் ஒரு பாட்லேயோ இல்லை வந்து நிறைய இடம் இருக்க இடத்துல மேலே தொட்டியில் போட்டுட்டு தண்ணி ஊற்றிட்டு வந்தால் போதும், இந்த ஜஸ்ட் க்ரோ ஆகிடும். இது வந்து ஒரு இனிஷியேட்டிவ். இந்த இனிஷியேட்டிவ்க்கு நீங்கள் ஜஸ்ட் எல்லோரும் சேர்ந்து ஹெல்ப் பண்ணால் நம்மளோட இந்த அழகான நேச்சரை வந்து நம்ம அடுத்த தலைமுறைக்கு கொண்டு போகலாம். இந்த சீட் பாலை வந்து நாங்கள் இந்த மாதிரி சின்ன ஒரு கிஃப்ட் பேக்கிங்கில் பண்ணி கொடுத்துட்ருக்கோம். ஸோ இது எல்லோரும் சேர்ந்து நம்ம இனிஷியேட்டிவாக ஸ்டார்ட் பண்ணலாம் அப்படிங்கிறது என்னோட சின்ன ஒரு ஆசை. தேங்க்யூ. அண்ட் நம்மளோட டீம் வந்து ஆல் ஓவர் இந்தியா ஃபுல்லாக ஒரு 2800 சீட் பாலை வந்து த்ரோ பண்ணுறதுக்காக போகிறாங்க. அவங்களுக்கு என்னோட பெஸ்ட் விஷஸ் அண்ட் அவங்களோட இனிஷியேட்டிவ் நம்ம பாராட்டணும். அவங்களுக்கு ஒரு பெரிய ஹேட்ஸ் ஆஃப். தேங்க்யூ. അതെവിടെ വെക്കണേ? അത് കുഴപ്പമില്ല, തുറന്ന് ഞാൻ പറഞ്ഞുതരാം. പെങ്ങടെ രണ്ടാമത്തെ മോനാണ്. എന്താടാ വ്യൂവേഴ്സിനോട് പറയാനുള്ളേ? പറയ്. പറ. ஹலோ, பரவாயில்ல, நேற்று ஸ்டார்ட் பண்ணிட்டீங்க வெற்றிகரமாக. ஸோ மறுபடியும் இன்றைக்கி இங்கே திருப்பூர் வந்தது, இங்கேருந்து மறுபடியும் ஸ்டார்ட் பண்ணுறீங்க. ஸோ பேர்ன் யுவர் டயர். ஓகே. உங்களோட அதாவது அந்த அட்வென்ச்சர் அப்படின்னு மனசுக்குள்ளே வச்சுருக்கிறீங்க இல்லைங்களா, யூ வாண்ட் டு எக்ஸ்ப்ளோர் அப்படிங்கிறத. ஸோ அதை வந்து ஃபுல்லாக தரோவாக என்ஜாய் பண்ணுங்கள். தேங்க்யூ. ஸோ உங்களுக்கு ரொம்ப நாளாக தெரியும். ஸோ 100% நீங்கள் இதை சக்ஸஸ்ஃபுல்லாக பண்ணிட்டு வருவீங்க. தேங்க்யூ. ஸோ பெஸ்ட் விஷஸ். தேங்க்யூ. தேங்க்ஸ் a lot. So well done for your team also. Thank you. So see you after this one. Meanwhile, post it. Okay. So we'll be in touch. Okay. Thank you. Well done, well done. ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഷിമോഗ 500 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പർച്ചേസും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്റർ, മൂത്ത സിസ്റ്ററാണ്. Hello. All the best, Balu. Have a safe trip and enjoy every moment of it. It's a lifetime, memory. ഗൈസ്, അപ്പോൾ നമ്മൾ പർച്ചേസിന് വന്നേക്കുക കേട്ടോ. കുറച്ച് ടീഷർട്ടുകൾ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുക. ടീഷർട്ട് കളക്ഷനൊക്കെ ഉണ്ട്, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഭയങ്കര ചീപ്പാണ് പ്രൈസ്. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചങ്കു ബ്രോ ശിവദാസൻ നമ്മുടെ കിറ്റക്സിൽ ഉണ്ടായിരുന്നതാണ്. ആളിപ്പോൾ തിരുപ്പൂരുണ്ട്. അപ്പോൾ ആൾ നമുക്ക് 2 വാക്ക് സംസാരിക്കും. കുറേ പേര് സംസാരിക്കുന്നുണ്ട് 2 വാക്ക്. ഞാൻ ഈ ട്രിപ്പ് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് മുന്നേ തന്നെ പറഞ്ഞാണ് ബ്രോൻ്റെ കൂടെ അതുപോലെ ട്രിപ്പ് പോകണമെന്ന്. നമ്മുടെ സാഹചര്യങ്ങളൊന്നും അതിനെ അനുവദിക്കുന്നില്ല. എനിവേ ഇവർക്ക് ബെസ്റ്റ് വിഷസ്, ബെസ്റ്റ് ഓഫ് ലക്ക്. പോയിട്ട് അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെ പോകണം ചേട്ടാ? നമ്മൾ നേരെ ഷിമോഗയ്ക്കാണ് ഇനി പോണേ. റിപ്പോൺ ബേട്ട് 500 കിലോമീറ്റർ ഉണ്ട്. ഇത്തിരി ലോങ് ആണ്, 12 മണിക്കൂർ യാത്രയുണ്ട്, 11 സംതിങ്. അപ്പോൾ വഴിയിലെ കാഴ്ചകൾ കാണാം. നമ്മൾ ചെറിയ കാട്ടിനകത്തേക്കൂടെയൊക്കെയാണ് പോണേ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഹൈവേ കൂടെ വന്ന് നോക്കി നമ്മുടെ ഫ്രണ്ടിലെ വഴി കണ്ടോ? ഇതിപ്പോൾ ഏതിലാണ് നമ്മൾ പോകണ്ടേന്നൊരു ഐഡിയ കിട്ടുന്നു.
ഓഫ് റോഡൊന്നും അല്ല കേട്ടോ, ചെറിയ മണ്ണിട്ട വഴി. അപ്പോൾ ഗൈസ് ഞങ്ങൾ പയ്യെ നിർത്തി ഓറഞ്ച് വാങ്ങിക്കാൻ അരിഞ്ഞേട്ടൻ പോയിട്ടുണ്ട്. ഓറഞ്ച്, നല്ല ഓറഞ്ച്. നാട്ടിൽ 3 കിലോ 100 ഇവിടെ എത്ര രൂപയാന്ന് നോക്കട്ടെ. എത്രയാ ചേട്ടാ? എത്രയാ? 1 കിലോയോ? ഏതാണ്ട് കാടാണ്, ഏത് സ്ഥലം കറക്റ്റ് അറിയില്ല. അവിടെ ഡിയർ ക്രോസിംഗ് സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടിപൊളി റോഡ്, ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ നേരെ കിടക്കുകയാണ്. വേറെ സൈഡിൽ ഇങ്ങനെ കുറ്റിക്കാട്, വേറെ സൈഡിലും കുറ്റിക്കാട്. അരിഞ്ഞേട്ടാ എന്തെങ്കിലും കുരങ്ങനെ കണ്ടിട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ ഓടിയല്ലേ, 40 കിലോമീറ്റർ ഇപ്പോൾ അവിനാശിയിൽ നിന്ന് ഓടി വന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ സത്യമംഗലം വഴി പോകാം, ബെന്നാരി വഴി പോകാം. ഞങ്ങൾ നേരെ ബെന്നാരി വഴിയാണ് പോണേ. നേരെ ഇനി 19 കിലോമീറ്റർ ബെന്നാരി. സത്യമംഗലം ഇവിടുന്ന് 13 കിലോമീറ്ററാണ്. ബെന്നാരി വഴി പോയാലും ഫോറസ്റ്റ് ഉണ്ട്. ഇങ്ങനെ യാത്ര ചെയ്ത് ബെന്നാരി കഴിഞ്ഞില്ലേ അരിഞ്ഞേട്ടാ? കഴിഞ്ഞില്ല, അതെ. 2.5 കിലോമീറ്റർ ബെന്നാരി എത്തും. നിങ്ങൾ നോക്കിയതേ മൊത്തം മലകളതേ, മുഴുവൻ മല കാണാൻ പറ്റുന്നുണ്ടാവൂലേ? മുഴുവൻ മലയാണ്. ഇനി ഈ മലയിലേക്കാണ് ഞങ്ങൾ പോണത്. എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ് ദേ നമുക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് ഇവിടെ. അടിപൊളി. ടാറ്റാ. ഈ സൈഡിൽ കാണുന്നത് ഇത് കണ്ടോ, ഇതാണ് ബെന്നാരി അമ്മൻ കോവിൽ. നല്ല വലിയ അമ്പലം കേട്ടോ, പിടക്കാച്ചി അമ്പലം. അങ്ങനെ സത്യമംഗലം കാട് കയറാൻ പോവാണ്. നമ്മുടെ പുലിക്കുട്ടനൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുന്നുണ്ട്. ഓടാട്ടോ, ഒറിജിനൽ പുലിയല്ല. പുലിയല്ലല്ലോ, കടുവയല്ലേ? കടുവ. ഹായ്. അവൻ ഭയങ്കര ഫോട്ടോയ്ക്കൊക്കെ നിന്നിരുന്നല്ലോ. അപ്പൊ ഗൈസ് നമ്മളെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോഴേ നമ്മൾ ആ താഴെ കാണിച്ച മലയില്ലേ, ആ മല സത്യമംഗലം കാടിന്റെ ഒരു ഭാഗം തന്നെയാ. നമ്മള് ബെന്നാരി എന്ന് പറഞ്ഞാലും നമ്മൾ കയറി ഈ മല കയറുന്നത് സത്യമംഗലം കാടിന്റെ ഒരു ഭാഗം തന്നെയാ. അപ്പൊ നമ്മളിത് കണ്ടോ, വ്യൂ കണ്ടോ നിങ്ങള്? 27 ഹെയർ പിന്നിൽ 3 എണ്ണം ഞങ്ങൾ കയറി. ഇനി 27 ഹെയർ പിൻ കയറി മേളിൽ പോണം ഞങ്ങള്. അപ്പൊ ഇതൊക്കെയാണ് കാഴ്ചകള്. ഗൈസ് അപ്പൊ നമ്മള് വണ്ടി ചെറുതായിട്ട് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. വേറൊന്നും അല്ലാതെ പക്ക വ്യൂ ആ, അടിപൊളി. ഒന്ന് ഡ്രോൺ പറത്തി നോക്കാം നമുക്കിവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഹെയർ പിൻ 27 കയറിയിട്ടുണ്ട്. ഇതാ 27 ഹെയർ പിൻ കയറി. വ്യൂ ഇതാണ്. ഏണ്ടായിരുന്നു ചേട്ടാ? അടിപൊളി. ഇനിയും കാണാൻ നമുക്ക് ബാക്കിയുണ്ട്. നമ്മൾ സത്യമംഗലം കാട്ടിനകത്തുണ്ട്. കാട്ടിനകത്താണ് നിൽക്കണേ. നമ്മൾ ചേച്ചി അവിടെ നിന്ന് പൊതിച്ചോറ് തന്നു വിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ നല്ല ഒന്നാന്തരം, ഇത് എന്ത് മീനായിരുന്നു ചേട്ടാ? അത് അങ്ങനെയൊക്കെ ചോദിക്കരുത്. ചേച്ചി നല്ല മീൻ. ചേച്ചി നല്ല അടിപൊളി മീന്, ഓംലെറ്റ്, നല്ല ഒന്നാന്തരം ചമ്മന്തി, ചോറ്, നല്ല വാഴയില ചോറ്. ഈ വാഴയില അവിടെ നിന്ന് കിട്ടിയേ? ഇവിടെ നല്ലേ പഴം കയറി തന്നെ നമുക്ക് കായ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഇവിടുന്ന് പതിയെ നീങ്ങാം കേട്ടോ. പ്രകൃതിയുടെ മനോഹരിത അങ്ങനെ ആസ്വദിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ യാത്രയാണെന്ന്. ചെറിയ കുട്ടിയാനെ കണ്ടോ നിങ്ങൾ?
കൊമ്പൻ കുട്ടിയാന. കൊമ്പൻ കുട്ടിയാന. ഹലോ. അങ്ങനെ നമ്മുടെ അരിഞ്ഞേട്ടാ മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വെൽക്കം ടു കർണാടക ഗൈസ്. അങ്ങനെ നമ്മൾ കർണാടകത്തിൽ കാലുകുത്തി നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റിൽ. അങ്ങനെ വെൽക്കം ടു കർണാടക. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നു. അങ്ങനെ നമ്മൾ കർണാടക ബോർഡറിലെത്തി. ഇനി നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ പോയി. ഞങ്ങളങ്ങനെ കർണാടകത്തിൽ പച്ച കുത്താൻ പോവാണ്. അരിഞ്ഞേട്ടാ കുത്തിക്കോ. അങ്ങനെ നമ്മുടെ ദി ഓവർലാൻഡേഴ്സ് കർണാടക. നമ്മൾ ചെറിയൊരു മുളക് തോട്ടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അതായത് മുളക് തോട്ടം, മുളകിൻ്റെ കൂടെ കിരൺ തണ്ണിമത്തനില്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കിരൺ തണ്ണിമത്തൻ, ചെറിയ തണ്ണിമത്തൻ, അതും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. എന്നിട്ട് ഈ വേസ്റ്റ് വരുന്ന ചെറിയ തണ്ണിമത്തന് ഇവിടെ ഇട്ടേക്കുക. ചെറുത്, സൈസ് ചെറുത്. ഇതിൻ്റെ ഇടയിൽ സൺഫ്ലവറും ഉണ്ടേ, പൂവ്. ചിലത് ഒരെണ്ണമൊക്കെ അവിടെ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. സൺഫ്ലവറിൻ്റെ ചെടിയും ഉണ്ട്. നല്ല അടിപൊളി മുളകാണ് നമ്മുടെ നാട്ടിൽ വരുന്ന. ഇത് കാന്താരി ഉണ്ട്, വലിയ മുളകും ഉണ്ട്. ഇപ്പം നമ്മുടെ മുളക് തോട്ടം ഇവിടെ, അതിൻ്റെ അപ്പുറം ഒരു വാട്ടർ ബോഡി ഉണ്ട്. പുഴയാണോ എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അവിടെ എന്തോ വാട്ടർ സോഴ്സ് ഉണ്ട്. നമ്മുടെ നേരെ പുറകേൽ കമുക് തോട്ടം. അടിപൊളി സൂപ്പർ വൈബാണ് കമുക് തോട്ടം. കമുകിൻ്റെ അടയ്ക്കൊക്കെ നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഏതാണ്ട് മൈസൂർ ഇനിയൊരു 19 കിലോമീറ്റർ ഉണ്ട്. ഇരുട്ടി തുടങ്ങി. സൺസെറ്റ് അടിപൊളിയായിട്ട് സൺസെറ്റൊക്കെ അവിടെ കാണാം. നമ്മളെ എന്ത് ഇതാണെന്നറിയില്ല, അടിപൊളി ഒരു പൂക്കൾ ഇങ്ങനെ, പൂവ് എന്താണെന്നറിയില്ല, അതെന്താ ചോളോ എന്താ സാധനം, എന്തോ ഒരു കൃഷി, നല്ല അടിപൊളി പൂവുണ്ട് അവിടെ. ഗൈസ്, അപ്പം നമ്മൾ ഏതാണ്ട് മൈസൂർ അടുത്തുകൊണ്ടിരിക്കുക. ഇനി ഏതാണ്ട് ഒരു 50 കിലോമീറ്ററോളം ഉണ്ട് മൈസൂർ. ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റായി. കാരണം നമ്മൾ അവിടെ ഒരു ഡ്രോൺ ഷോട്ടിന് വേണ്ടി അവിടെ നിർത്തി. നല്ല സൺസെറ്റൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല പാടമാണ് സൈഡിൽ. നല്ല എന്ത് സാധനമാണെന്ന് അറിയില്ല, ഒരു നല്ല അടിപൊളി വെള്ള പൂവൊക്കെ ഉണ്ട്. ഇത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് ഈ കാണുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലേറ്റ് ആവും. ഇനി ഡെസ്റ്റിനേഷൻ എത്താൻ ലേറ്റ് ആവും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ മൈസൂരിൽ ഔട്ടർ റിംഗ് റോഡിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ സമയം 6:49. ഇത് ഔട്ടർ റിംഗ് റോഡാണ്. മൈസൂർ ടൗണിൽ ഞങ്ങൾ ടച്ച് ചെയ്യില്ല. ഔട്ടർ റിംഗ് റോഡിൽ കൂടെ ഞങ്ങൾ പോവുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശ്രീരംഗപട്ടണം ടൗണിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇത് ഭയങ്കര
ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൗണാണ്. മൈസൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കർണാടകയിൽ. അപ്പോൾ നമ്മളിനി അങ്ങനെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഷിമോഗയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു വ്യത്യസ്തമായൊരു കാഴ്ച കണ്ടു. അത് നിങ്ങളെ കാണിക്കാണ്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി എന്തോ സാധനം നട്ടേക്കുവാ. നട്ടേന് ലൈറ്റ് ഇട്ട് കൊടുത്തേക്കുന്നു കംപ്ലീറ്റ്. ഇത് എന്ത് സംഭവമാണെന്ന് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഫുള്ള് ലൈറ്റ് ഇട്ട് കൊടുത്തേക്കുക. ഇത് കണ്ടോ നിങ്ങൾ? എന്ത് സാധനമാണെന്ന് അറിയില്ല, എന്തോ നട്ടേക്കുന്നതാണ്. നട്ടേൻ്റെ മേളിൽ കൂടെ മുഴുവൻ ലൈറ്റ് ഇട്ട് കൊടുത്തേക്കുന്നു. ഇതാണ് നമ്മളിവിടെ കണ്ട സാധനം. ഈ ചെടിയാന്ന് തോന്നുന്നു. ഇതെന്താണെന്നറിയില്ല. അപ്പോൾ ഇപ്പോൾ സമയം 10:46. ഇനിയിപ്പോൾ നമുക്ക് ഇനിയും ഒരു 100 കിലോമീറ്ററോളം ഓടാനുണ്ട്. അപ്പോൾ ഏകദേശം ഗൂഗിളിൽ കാണിക്കണത് 1 മണിന്നാണ് കാണിക്കണത്. അപ്പോൾ നമ്മൾ കുറച്ച് ടയേർഡായി. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇവിടെ ഒരു പമ്പിൽ സ്റ്റേ അടിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കണം, ടെൻറ്റ് നിർത്തണം, കിടക്കണം, ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണം. അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നൂഡിൽസ് ടെൻറ്റ് ഇവിടെ ഉണ്ട്. ടെൻ്റൊക്കെ തുറന്ന് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നൂഡിൽസ് ഉണ്ടാക്കുക ഞങ്ങൾ. ഗൈസ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാം. അടിപൊളി നൂഡിൽസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ചൂടടിക്കുമ്പോൾ ചെറിയൊരു ചേട്ടാ, ഇതിൻ്റെ മസാല കുറച്ച് പുറത്ത് പോയിട്ട്